നിനക്ക് എവിടെയാ പോണ്ടെന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം. സാറേ, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവിടാൻ നിന്നാ സാറ് കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ. അത് പിന്നെ ഇവള് പാവാണേ. നമ്മളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ദേ, ഇവക്ക് വാഷ്റൂമിൽ പോണോന്ന് ഞാൻ പറഞ്ഞ് ലത വന്നിട്ടേ പറ്റുള്ളൂ. എന്നോട് തന്നെ വേണോ സാറേ ഇത്? സാറിനെ ഞാൻ എത്ര കാലമായിട്ട് കാണാൻ തുടങ്ങിയതാ. നിനക്ക് ടോയ്ലറ്റിൽ പോണോടി? വേണ്ട, ഇപ്പൊ പോണ്ട. എന്നാ വാ. നിനക്ക് വാഷ്റൂമിൽ പോണെങ്കിൽ ദേ അവിടെയാ വാഷ്റൂം. ആ, നിന്റെ വീട്ടുകാരുടെ നമ്പർ ഇങ്ങെടുത്തേ. എന്താടി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. തരാം, ഇപ്പൊ തരാം. നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേടി? ആ, എന്നാ എടുക്ക. ഈശ്വര, ഞാൻ മൊബൈൽ കൊടുത്താ ഞാൻ ആരാണെന്ന് ഇവരറിയും. എന്ത് ചെയ്യും? എടുക്കടി. താ. എന്നിട്ടാ കടലാസ് എവിടെ? അത് കാണാനില്ല. അത് കൊള്ളാം. നീ ഒരു ഒന്നാം തരം ഉടായിപ്പാണല്ലോടി. നിന്റെ ID കാർഡ് എടുത്തേ. ഇനിയിപ്പൊ അതും കയ്യിലില്ലാന്ന് പറയോ? ഇല്ല, എന്റെ കയ്യിലുണ്ടാവും. അർച്ചന, സത്യം പറയടി, നീ എവിടുന്നാ വന്നേ? ലതേ, ഞാനിപ്പോ പോണതാ നിന്റെ ഭാഗ്യം. പോയിട്ട് വരുന്നതിനിടയ്ക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടുവച്ചേക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ലതേ, അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവളെ കയ്യിൽ ID കാർഡൊക്കെ ഉണ്ട് സാർ. അവള് തട്ടിപ്പേരിയാണെന്ന് തോന്നുന്നില്ല. ആ, എന്തായാലും ഇന്ന് രാത്രി അവളിവിടെ നിക്കട്ടെ. ആ വീട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് രാവിലെ തന്നെ കൊണ്ടുവിടാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ശരി മാഡം. പിന്നെ ആ ചന്ദ്രൻ സാറ്? അയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ലത എന്തായാലും ഇനിയിപ്പോ വരണ്ട. അവളുടെ കാര്യം നോക്കി ഇവിടെ നിന്നാ മതി. ശരി മാഡം. എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എന്ത് ചെയ്യാനാ?